ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടൈം രാവിലെ ഒരു 3:30 ആയിട്ടുണ്ട്. ഇന്നൊരു റംസാൻ ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കണേ. സോ അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ എഴുന്നേറ്റത്. ഇന്ന് നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ ഫുഡ് കഴിക്കണം. സോ ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങനെ ഫ്രഷായിട്ട് നേരെ കിച്ചണിലേക്കാണ് പോയത്. അങ്ങനെ ദോശയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ആകുമ്പോൾ അത് ഉണ്ടാക്കാനും എളുപ്പമുണ്ട്, കഴിക്കാനും എളുപ്പമുണ്ട്. അങ്ങനെ ദോശ ഉണ്ടാക്കി. ദോശയോടൊപ്പം കോമ്പിനേഷനായിട്ട് സാമ്പാറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് കറികൾ ഞാൻ അധികം രാവിലെ ആയതുകൊണ്ട് അധികം കറി കഴിക്കാറില്ല. ആൻഡ് ചില ദിവസങ്ങളിൽ എനിക്ക് ചായ കുടിക്കാനായിട്ട് തോന്നും. എല്ലാ ദിവസവും ഞാൻ കുടിക്കാറില്ല, ചില ദിവസം തോന്നുമ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാറുണ്ട്. ആൻഡ് ഇത് ബദാം രാവിലെ ഞാൻ ഫസ്റ്റ് കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം ഈ സോക്ക് ചെയ്ത ബദാം 4 കഴിച്ചിട്ടാണ് ബാക്കി എന്തും കഴിക്കാറ്. ആൻഡ് പാല് തിളച്ച് വന്നു. അത് വിതൗട്ട് ഷുഗറാണ്, ഷുഗർ ഇല്ലാണ്ടാണ് ചായ ഉണ്ടാക്കുന്നത്. ബട്ട് അതിൽ കുറച്ച് ശർക്കര ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ദോശയും കുറച്ച് സാമ്പാറും എടുത്തു. എനിക്ക് ഈ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് അധികം കറി ഞാൻ കഴിക്കത്തില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 4:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, വെൽക്കം ബാക്ക്. സോ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോർമലി രാവിലെ എങ്ങനെ ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ശീലമായി, അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു 3:30 ഞാൻ സാധാരണ ഈ ടൈം എഴുന്നേൽക്കുന്നതല്ല, നോമ്പായതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ എഴുന്നേറ്റത്. ഇപ്പോൾ ഒരു 4:30 4:45 ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളും എല്ലാം ഓക്കെ സെറ്റായി. അപ്പോൾ ഇനി പ്രേ ടൈമാണ്. സോ ഞാൻ പ്രേ ചെയ്യുന്നത് എന്തായാലും ഞാൻ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സോ അത് കഴിഞ്ഞിട്ട് കാണാം. ഹലോ, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. ഇതേ ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. രാവിലെ ഒരു പ്രേ ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു 6 മണിയായപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉറക്കം വരും. എസ്പെഷ്യലി ഒരു നോമ്പ് ടൈം ആകുമ്പോൾ ഉറക്കം വരും. രാത്രി കുറച്ച് ദിവസം ഉറങ്ങാൻ കിട്ടുന്നുള്ളൂ. സോ 6 മണിക്ക് ഞാൻ ഉറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 9 മണിയായപ്പോൾ എഴുന്നേറ്റു. എന്നിട്ട് അതേ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ 9:30 ആയി. ഇനി വർക്ക് ഉണ്ട്. ഞാൻ എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫ്രീലാൻസിങ് ആണ് ചെയ്യുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആൻഡ് ക്ലാസ് എടുക്കുന്നുണ്ട്. സോ ലാസ്റ്റ് മന്ത് ഫെബ്രുവരിയിൽ ഒരു ബാച്ച് കംപ്ലീറ്റ് ആയി. സോ ഇനി നെക്സ്റ്റ് ബാച്ച് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷൻ ടൈമിന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വലിയ രീതിയിൽ നോമ്പ് വലിയ രീതിയിൽ പ്രശ്നമില്ല, കുഴപ്പമില്ല, പോകുന്നുണ്ട്. ആൻഡ് ഇനി വർക്കുണ്ട്, അല്ലാണ്ട് ഞാൻ വേറൊരു ക്ലാസ് പഠിക്കുന്നുണ്ട്. സോ ഇനി അതൊക്കെയാണ്, അത് കഴിഞ്ഞിട്ട് കാണാം. ബൈ. സോ അങ്ങനത്തെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, കാരണം കുറച്ച് പെൻഡിങ് വർക്ക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ പെട്ടെന്ന് തന്നെ വർക്ക് കഴിയുമെന്ന് അറിയാമായിരുന്നു. സോ അതിനുശേഷം നേരത്തെ തന്നെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാം എന്നൊരു പ്ലാനിലായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് വേറൊരു പ്ലാൻ ചേഞ്ച് വന്നത്. വീട്ടിൽ നിന്ന് വേറെ പുറത്തേക്ക് പോകാൻ, അതായത് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാനായിട്ടൊരു പ്ലാൻ വന്നു. സോ അതുകൊണ്ട് വർക്ക് കഴിഞ്ഞ ഉടനെ ഇറങ്ങേണ്ടി വന്നു. ഹലോ, അങ്ങനെ പെയിൻറ്റിങ് വർക്ക്സൊക്കെ കഴിഞ്ഞു. ബട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിനിപ്പോൾ ഈവനിങ്ങിലേക്ക് മാറ്റി വയ്ക്കാം. കാരണം പെട്ടെന്നായിട്ട് ഡിസൈഡ് ചെയ്തതാണ് റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണമെന്ന്. സോ ഈവനിങ് ആയിരിക്കും ഇനി ക്ലാസ്. സോ പോയിട്ട് വരും. ഇന്ന് ബീച്ച് റോഡ് വഴിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇതുവഴി പോകാൻ ഒത്തിരി ഇഷ്ടമാണ്. കാരണം അടിപൊളി റോഡുമാണ്, ഒരുപാട് മരങ്ങളുമായിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ആൻഡ് ഈ വീട് കണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ട്? ഇത് നമ്മുടെ നേര് മൂവിയിൽ കാണിക്കുന്ന വീടാണ്. ആൻഡ് ദേ പോയിക്കൊണ്ടിരിക്കുവാണ്. ഓൾമോസ്റ്റ് അത് എത്താറായി. ഒരു 30 or 20 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ വീട്ടിലേക്ക് എത്താനായിട്ട്. അങ്ങനെ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ചെടി കാണിക്കുന്നത് എൻ്റെ വീട്ടിലെ പോലെ തന്നെ ഇവിടെയും എല്ലാവരും കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ ചെടിയും വാങ്ങി സെറ്റ് ചെയ്യുന്നത്. ആദ്യം അടീനിയത്തിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ പിന്നെ അതിൽ നിന്നും കൂടുതലായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് കടലാസ് ചെടിയാണ്. അങ്ങനെ നമ്മുടെ കൂടെ ഋതുവും ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു വരാനായിട്ട്. ഓൾമോസ്റ്റ് ഒരു 1 hour അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ വീട്ടിലോട്ട് വന്നു. ഇനി ഫുഡ് പ്രിപ്പറേഷനാണ്. ഇന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നോമ്പ് തുറക്കാനായിട്ട്. സോ കുറച്ച് ചിക്കൻ എടുത്ത് ക്ലീൻ ചെയ്തു. അതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും പിന്നെ ആവശ്യത്തിന് നാരങ്ങ നീരും കുറച്ച് തൈരും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചു. ഒരു 1/2 hour മാരിനേറ്റ് ചെയ്ത് വെക്കുക 1/2 hour. അതിന് ശേഷം റൈസ് എടുക്കുക. ഇപ്പോൾ 1 കപ്പ് റൈസിന് 3/4 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം റൈസ് നല്ലതുപോലെ വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ട് അത് കുതിർക്കാനായിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു 20 മിനിറ്റ്സ് വെക്കുക. അതിനുശേഷം കുറച്ച് ഉള്ളി വറുത്തെടുക്കുക, ഒനിയൻ. പിന്നെ കുക്കറിൽ അല്പം നെയ്യും പിന്നെ കുറച്ച് എണ്ണയും ഓയിൽ ഏതാണോ യൂസ് ചെയ്യുന്നത് അതും കൂടി ഇട്ടിട്ട് കിസ്മിസ് വറുത്തെടുക്കുക. ഇവിടെ മുന്തിരിയില്ലായിരുന്നു, ക്യാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ തന്നെ ആവശ്യത്തിന് സ്പൈസസ് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒനിയനും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നാൽ മതിയാവും. അതിലേക്ക് കുറച്ച് ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും പിന്നെ പച്ചമുളകും ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി മതിയാവും. ഒരു ടൊമാറ്റോയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളിനി കുറച്ച് 1 സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി പിന്നെ ബിരിയാണി മസാല ഓർ ഗരം മസാല ഇത് രണ്ടിലെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പുതിന ഇലയും പിന്നെ മല്ലിയില ഇടണം. മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഇടാത്തത്.
ഇത് നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം അതൊന്ന് അടച്ചു വെക്കുക. വിസിൽ വെക്കണ്ട, അല്ലാണ്ടൊരു അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് വെക്കുക. അതിനുശേഷം അത് ചിക്കൻ നല്ല രീതിയിൽ കുക്കായി വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ പുതിനയിലയും മല്ലിയില ആഡ് ചെയ്യണം. മല്ലിയില ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചതിൻ്റെ ഒരു പകുതി ഓളം ഉള്ളിയും കുറച്ച് കാഷ്യൂവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം എടുക്കുക. വെള്ളം ഓൾറെഡി ഉപ്പ് ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് വിസിൽ വെക്കാം. ഒരു വിസിൽ കേട്ടാൽ മതിയാവും, അപ്പോഴേക്കും പാകമായിട്ടുണ്ടാവും. ആൻഡ് കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ബാലൻസ് വന്ന വറുത്ത ഉള്ളിയും കിസ്മിസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുക്കർ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 4-5 മണിയായി. പിന്നെ കുറച്ച് നേരം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇന്ന്. പിന്നെ പുറത്തൊക്കെ പോയിട്ട് വന്നതിൻ്റെ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും നോമ്പ് തുറക്കാനുള്ള ടൈമായി. നോമ്പ് തുറക്കാനായിട്ട് ഇത്രയും ഐറ്റംസ് ആയിരുന്നു കുക്കർ ബിരിയാണി. പിന്നെ കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുപയർ തോരനും ബാക്കി നോർമൽ ഐറ്റംസും ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓയിലി ഫുഡ്സ് എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓയിലി ഫുഡ്സ് ഈ നോമ്പ് മാസത്തിൽ കഴിക്കില്ല എന്നതാണ് എൻ്റെ. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈമായി. ഞാൻ ഡേറ്റ്സിലും നോർമൽ ഹോട്ട് വാട്ടറിലുമാണ് നോമ്പ് തുറക്കാറ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പിന്നെ ഒരു പ്രേ ടൈമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വന്നിട്ട് മെയിൻ കോഴ്സ് കഴിക്കണേ. അങ്ങനെ ഇപ്പോൾ ഒരു 6:50 ആ ഒരു ടൈമായി. അങ്ങനെ അതേ കുക്കർ ബിരിയാണി ഞാനായിട്ടുണ്ടാക്കിയത്. ആൻഡ് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനോടൊപ്പം സൽസയാണ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. ബട്ട് മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ സലാഡിലോട്ട് മാറിയത്. ആൻഡ് എല്ലാ ദിവസവും വീട്ടിൽ ഇങ്ങനെ നോൺ വെജും ഈ ബിരിയാണിയൊന്നുമല്ല, എല്ലാ ദിവസവും നോമ്പ് കഞ്ഞിയാണ്. ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ടൈമിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ നോമ്പ് കഞ്ഞി ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഒരു 7:10, 7:15 ആ ടൈമിൽ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട് നേരെ ഞാൻ റൂമിലേക്ക് വന്നു. ഈ ഒരു ടൈമാണ് എൻ്റെ ഒരു ഫ്രീ ടൈം. ഈ നോമ്പ് മാസത്തിൽ എനിക്കൊരു മീ ടൈമായിട്ട് കിട്ടുന്നത് ഈ ഒരു ടൈമാണ്. സോ ഒരു 8 മണി വരെ ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ലാപ്പും ഫോണൊക്കെ നോക്കിയിരിക്കും. ഹലോ, അങ്ങനെ അതേ നോമ്പൊക്കെ കഴിഞ്ഞു. നോമ്പൊക്കെ മുറിച്ചൊരു 8 മണി വരെ ഞാൻ ഫ്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ബ്രേക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇപ്പോഴാണ് ഫ്രീ ആയത്, ഫ്രഷ് ആയിട്ട് വന്നത് ഇപ്പോഴാണ്. ആൻഡ് ഇനിയിപ്പോൾ രാത്രി വേറൊരു ഫുഡ് കഴിക്കത്തില്ല. ഇത് ഈ ഒരു സ്മൂതി മാത്രമേ ഉള്ളൂ. ഇത് ഷമാമും പിന്നെ ഷമാം മിൽക്ക് നട്ട്സൊക്കെ ഇട്ടിട്ടുള്ളൊരു സ്മൂതിയാണ്. ആൻഡ് വിതൗട്ട് ഷുഗറാണ്, ഡേറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട്. ആൻഡ് എല്ലാ ദിവസവും സ്മൂതി കഴിക്കത്തില്ല, ചില ദിവസങ്ങളിൽ മാത്രം തോന്നുമ്പോൾ മാത്രമേ, നോമ്പായതുകൊണ്ട് ചില ദിവസം തോന്നുമ്പോൾ മാത്രമേ കഴിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ രാവിലെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം. ആൻഡ് പിന്നെ വേറൊന്നുമില്ല, ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ ഒരു റംലാൻ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഫസ്റ്റ് ടൈമാണ് എടുക്കണേ. പിന്നെ ഈ ഒരു മന്ത് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റൊട്ടീൻ. അല്ലാത്ത സമയത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലോ. പിന്നെ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നാളെ ആകട്ടെ, ഇനി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ ഉറങ്ങുമ്പോൾ ഒരു 9:45 ആയിട്ടുണ്ട്, 9:45, 10 മണി ആയിട്ടുണ്ട്. സോ ഇനി ഉറങ്ങുമ്പോൾ ഒരു 11 മണിയാവും. ഫോണൊക്കെ നോക്കി ഇങ്ങനെ കിടന്നിട്ട് ഉറങ്ങുമ്പോൾ ഒരു 11 മണിയാവും. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ റംലാൻ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.